ഇന്നലെ മുതൽ ഇവിടെ സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റൂമർ ഉണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും, ഞാനാണ് ഇവിടെ വീഡിയോ ചെയ്യാൻ ലേറ്റ് ആയത്. സോ എന്നാലും പറയാം, കൈദി 2 അല്ല, RKFI അഥവാ രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണൽ, നമ്മുടെ കമൽഹാസന്റെ പ്രൊഡക്ഷൻ ഹൗസ്, പുള്ളിയുടെ ഒരു അൺഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇപ്പോൾ എയറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നല്ലേ, നമ്മുടെ കൂലിക്ക് ശേഷം ലോകേഷിന്റെ അടുത്ത പണ്ണൽ ആരെ വെച്ചിട്ടാണ് നമുക്ക് ആദ്യം വിചാരിച്ചത് കൈദി 2 ആയിരിക്കും പണ്ണാൻ പോകുന്നതാണ്. പക്ഷെ അണ്ണൻ വീണ്ടും ട്രാക്ക് മാറ്റിയിരിക്കുകയാണ്. കൈദി 2 ഒക്കെ അടുത്ത് അപ്പുറത്ത് കളഞ്ഞിട്ട് ഇപ്പൊ പുതിയ പണ്ണലായിട്ട് വന്നിരിക്കുകയാണ്. കമൽഹാസനെയും രജനിനെയും വെച്ച ഒരു പണ്ണൽ. എന്ത് പണ്ണലാന്ന് എനിക്ക് സത്യമായിട്ട് അറിയില്ല. സോ ഇപ്പൊ ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, കൂലിക്ക് ശേഷം ഇത്രയും വിമർശനം നേരിട്ട ഒരു ബ്രാൻഡ് ഡയറക്ടർ. ഓക്കെ, സോ പുള്ളിക്ക് ഇപ്പൊ അത്യാവശ്യം വേണ്ടത് ഈ ഒരു വിമർശനങ്ങളൊക്കെ കാറ്റിപ്പുറത്ത് കളയാൻ പറ്റുന്ന ഒരു കിടിലം പടമാണ്. ആ കിടിലം പടമാണ് കൈദി 2. ഈവൻ കൂലിയുടെ പ്രീ റിലീസ് ഇന്റർവ്യൂലൊക്കെ പുള്ളി പറഞ്ഞിട്ടുള്ളത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അടുത്ത പടം കൈദി 2 തന്നെയാണ്. അതിന്റെ വർക്ക്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സോ എന്നിട്ടും ഇത് പോസ്റ്റ്പോൺ ചെയ്യാൻ എന്താണ് റീസൺ എനിക്കറിയില്ല. ചിലർ പറയണു നമ്മുടെ ഡ്രീം വൈലർ പിക്ചേഴ്സ് ഇല്ലേ, അതായത് കൈദിയുടെ പ്രൊഡ്യൂസർ 10 കോടി രൂപ സാലറി കൊടുക്കുള്ളൂ എന്നാണ്. കാരണം കൂലിക്ക് അണ്ണമായിട്ടുള്ളത് 50 കോടി രൂപയാണ്. ഈ 50 കോടിയും 10 കോടിയും തമ്മിൽ 40 കോടിയുടെ വ്യത്യാസമില്ലേ. പക്ഷെ കൈദി 2 പോലൊരു പടത്തിന് 50 കോടി കൊടുത്ത എന്താ കുഴപ്പം? ഇതിന് ഇരട്ടി വാങ്ങിക്കാൻ പോകുന്ന ഒരു പരിപാടിയാണ് കൈദി 2. സോ എന്താണ് ഇങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു പരിപാടി എന്ന് എനിക്കറിയില്ല. അതൊക്കെ ചുമ്മാ ആണ്, എനിക്കറിയില്ല. ഇതും ഒരു റൂമറാണ്, ഈ പ്രൊഡ്യൂസറും നമ്മുടെ ലോകേഷും തമ്മിലുള്ള ഒരു, എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയാൻ വന്നത്, കൈദി 2 ചെയ്യേണ്ട സ്ഥാനത്ത് ഈ പുതിയ പടം, അതും ഇതൊരു സ്റ്റാൻഡ് ലോൺ മൂവിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, എന്തിനാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലാവുന്നില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ LC ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി മാത്രമാണ്, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ആലോചിക്കണില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കൂലി ഇറങ്ങുന്നതിന് മുമ്പ് ലോകേഷ് കൂലി ഇറങ്ങുന്നതിന് മുമ്പ് ഒരു 10,000 വട്ടമെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഇതൊരു സ്റ്റാൻഡ് ലോൺ മൂവിയാണെന്ന്. പക്ഷെ ഒരുത്തം പോലും അത് വിശ്വസിക്കാൻ റെഡി ആയിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഉൾപ്പെടെ ഈ പടത്തിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വരെ ഞാൻ മിഴിച്ചു നിൽക്കുകയാണ് സ്ക്രീനിൽ. എന്തെങ്കിലും ഒരു BGM എങ്കിലും കേൾക്കുമ്പോണ്ട് LCUന്റെ. സോ അത്രയും എക്സൈറ്റഡ് ആണ് ആ ഒരു LCU എന്ന ആ ഒരു പരിപാടിയോട് എല്ലാവർക്കും. സോ ദയവേത് അതാദ്യം ഫോക്കസ് ചെയ്തിട്ട് നല്ല രീതിക്ക് എൻഡ് കൊടുക്കുക. ഇതിപ്പോ കൈദി 2 ആണെങ്കിലും ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ വെച്ച് ചെയ്യുന്നതാണെങ്കിലും സ്റ്റാൻഡ് ലോൺ ഒക്കെ നമുക്ക് പിന്നെയും ചെയ്യാം, ടൈം ഉണ്ട്. പക്ഷെ ഈ LCUന്റെ ഇടയിൽ കൂടെ സ്റ്റാൻഡ് ലോൺ കുത്തിക്കയറ്റിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പണിയപ്പാളും. ഈവൻ ഈ കൂലിക്ക് കിട്ടിയ പോലെ, കൂലിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50% ആൾക്കാർ LCU എക്സ്പെക്ട് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഈവൻ നിങ്ങൾ LCU അല്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിലും LCU എക്സ്പെക്ട് ചെയ്ത് വന്നിട്ടുണ്ടാവും. അടുത്ത 50% പറഞ്ഞാൽ സിനിമയ്ക്ക് അധികം ഒരു ഹൈ മൊമെന്റ്സ് ഇല്ലാത്തതുകൊണ്ടും ബെറ്റർ സ്ക്രീൻ പ്ലേ ഇല്ലാത്തതുകൊണ്ടും ആ രീതിക്ക് വിമർശിച്ച ആൾക്കാരും. സോ ഈ രണ്ടെണ്ണം കൂടി കലരുമ്പോഴാണ് ഇത്രയും ഒരു നെഗറ്റീവ് ഈ പടത്തിന് വരാൻ കാരണം നിങ്ങളെയൊക്കെ, അതായത് ലോകേഷിനൊക്കെ വെച്ചിട്ടുള്ളത് ഈ ലെവലാണ്, കൂലി വന്നത് ഈ ലെവലില്. സോ ഓട്ടോമാറ്റിക്കലി അതിന്റെ താഴെ ലോകേഷിന്റെ പരിപാടി ഇപ്പോൾ ലോകേഷൻ എല്ലാവരും ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കുറെ പേരൊക്കെ പറയുന്നത് ഓവർ റേറ്റഡ് ആണെന്ന്. ഒരിക്കലും അല്ല, ഓവർ റേറ്റഡ് ഒന്നും അല്ല. ഒരു ഡയറക്ടർ ഒരു പടം പോയിന്ന് വെച്ചാൽ പുള്ളി സിമ്പിൾ ആയിട്ട് തിരിച്ചു വരാമെന്നുള്ളൂ. സോ അതാ ഞാൻ പറഞ്ഞത്, തിരിച്ചു വരാൻ പറ്റിയ ഏറ്റവും വലിയൊരു വജ്രമായതായിരുന്നു നമ്മുടെ കൈദി 2. അത് മാറ്റി വെച്ചിട്ട് വീണ്ടും ഒരു സ്റ്റാൻഡ് ലോൺ മൂവി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മണ്ടത്തരമാണ് ലോകേഷെ, ഭയങ്കര മണ്ടത്തരമാണ്. സോ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇനി LCUക്ക് മുമ്പ് നിങ്ങൾ എത്ര സ്റ്റാൻഡ് ലോൺ മൂവി ചെയ്താലും ആൾക്കാർ എക്സ്പെക്ട് ചെയ്യും അത് LCU ആയിരിക്കുമോ അല്ലയോ എന്ന്. കുറെ പേര് ഇങ്ങനെ ഡീകോഡ് ചെയ്ത് വരും. ഞാനും നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്നടാ ലോകേഷെ പണ്ണ പോരെ എന്നുള്ളൊരു പരിപാടിയും കൊണ്ട് എല്ലാവരും വരും LCU പറഞ്ഞിട്ട്. സോ ആദ്യം LCU കംപ്ലീറ്റ് ആക്കുക, ദെൻ നമുക്ക് ഇഷ്ടംപോലെ ടൈം ഉണ്ട് സ്റ്റാൻഡ് ലോൺ മൂവി എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇതിൽ നിന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, ഈ ഒരു വരാൻ പോകുന്ന സിനിമ എനിക്ക് തോന്നുന്നില്ല ഇതൊരു സ്റ്റാൻഡ് ലോൺ മൂവി ആണെന്ന്. കാരണം മറ്റൊന്നുമല്ല, കുറച്ച് റീസൺസ് ഉണ്ട്. അതായത് കൂലിയുടെ ഇന്റർവ്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ലോകേഷ് പലവട്ടം പറഞ്ഞു കൂലിയുടെ സ്ക്രിപ്റ്റ് അല്ല ആദ്യം രജനിയോട് പറഞ്ഞത്, മറ്റൊരു സ്ക്രിപ്റ്റ് ആണെന്നുള്ളത്. കാരണം അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രജനിനെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് വില്ലൻ ക്യാരക്ടറായിട്ടാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ്. സോ കുറച്ച് അപ്പോ അതെന്തുകൊണ്ട് നടന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ രജനി അന്ന് ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞത്, പിന്നെ കുറെ ഇന്റർവ്യൂസിൽ നമ്മുടെ ലോകേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചധികം കാസ്റ്റിംഗ് ക്രൂസിന് ആവശ്യമുള്ള ഒരു സ്ക്രിപ്റ്റ് ആണെന്നാണ്. സോ കുറച്ചധികം കോംപ്ലിക്കേഷൻസ് ഉള്ള സ്ക്രിപ്റ്റ് ആണെന്നാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് അത് മാറ്റി വെച്ചിട്ടാണ് ഇപ്പൊ കൂലി വന്നതെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. സോ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം, സംഹൗ ഇത് കോംപ്ലിക്കേഷനും പിന്നെ ഈ കുറെ കാസ്റ്റിംഗ് ക്രൂ എന്നൊക്കെ പറയുമ്പോൾ സംഹൗ ഉറപ്പായിട്ടും അതിനകത്ത് LCU കയറാൻ ചാൻസ് ഉണ്ട്. അതൊരു ചെറിയ പെർസെന്റേജ് ചാൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അടുത്ത ചാൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമൽഹാസൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ്. പുള്ളിക്കാരൻ ഒരിക്കലും ചുമ്മാ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. തഗ് ലൈഫ് പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയതാണ്, അത് വേറെ കാര്യം. അതിനകത്ത് മണിരത്നം പ്രൊഡ്യൂസറാണ്. സോ
രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണൽ എന്നുള്ള പ്രൊഡക്ഷൻ കമ്പനി ഇത്രയും വലിയൊരു പ്രോജക്റ്റ് സൈൻ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും. ആൻഡ് ലോകേഷ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല രജനീനെ മാത്രം അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാ സ്റ്റാർസിനെയും ഉൾക്കൊള്ളിച്ച് ഇത്രയും വലിയൊരു യൂണിവേഴ്സ് പരിപാടി ചെയ്യുന്നു. സോ എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു രജനീനെ ഓൾറെഡി അവിടെ കുറെ സ്റ്റാർസ് ഉണ്ട്, അതായത് കാർത്തി ഉണ്ട്, വിജയ് ഉണ്ട്. സോ ഇവർക്ക് മേലെ ഉറപ്പായിട്ടും രജനീനെ വെക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവരൊരു വേറൊരു ലീഗാണ്. മീൻസ് LCU യൂണിവേഴ്സ് വരുമ്പോൾ അവർ വേറൊരു ലീഗാണ്. ഇനി വരേണ്ടത് വില്ലൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. വില്ലന് ആകെ ഒരു കൊടുത്തിട്ടുള്ളത് റോളക്സിനെ മാത്രമാണ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു രജനീനെ ഈ ഗ്യാങ്ങിലേക്ക് തട്ടും. മേ ബി റോളക്സിന്റെ സിൻഡിക്കേറ്റിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗമായിരിക്കാം. ഇതൊക്കെ ഒരു അസംഷൻ മാത്രമാണ്. എനിക്കും അറിയാലോ, എല്ലാവരെയും പോലെ ഞാനും ലോകേഷിന് ഒരു പടം ഇറങ്ങുമ്പോൾ ഇത് LCU ആണോ അല്ലയോ എന്നുള്ളൊരു കോംപ്ലിക്കേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ആ ഒരു അസംഷനിൽ പറഞ്ഞാണ്. അപ്പോൾ ഇത്രയും ഒരു വില്ലൻ ക്യാരക്ടർ, അതായത് ഔട്ട് ആൻഡ് ഔട്ട് വില്ലൻ ക്യാരക്ടർ കൊടുക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആണെന്നും പിന്നെ നമ്മുടെ കമൽഹാസൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടമാണെന്നും പ്ലസ് ലോകേഷിന്റെ ഡയറക്ഷൻ ആണെന്ന് പറയുമ്പോൾ ഐ തിങ്ക് കൈതി 2-ന് ശേഷം ഒരു വലിയൊരു ഗ്രാൻഡ് യൂണിവേഴ്സ് സൃഷ്ടിക്കാൻ പോകുന്ന, അതിലേക്ക് ലീഡ് കൊടുക്കുന്ന ഒരു വലിയൊരു പരിപാടിയായിരിക്കും ഇനി വരാൻ പോകുന്ന ഈ ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ്, ആ ഒരു സിനിമ. സോ കൈതി 2 മാറ്റിവെക്കാൻ കാരണം സംഭവം വേറെ എന്തെങ്കിലുമൊക്കെ റീസൺസ് ഉണ്ടെങ്കിലും ഈ പരിപാടി ചിലപ്പോ LCUലേക്ക് കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു അറ്റംപ്റ്റ് ആയിരിക്കും. അത് എത്രമാത്രം വിജയിക്കുന്നു നമുക്ക് കണ്ടറിയാം. സോ അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഇത് സ്റ്റാൻഡേർഡ് മൂവി ആണെന്നുണ്ടെങ്കിൽ ലോകേഷ് ഇതും കയ്യിൽ പോകാനാണ് ചാൻസ്. അതായത് നിങ്ങളെ കുറ്റം പറയുന്നല്ല, ഓഡിയൻസിന്റെ ഒരു എക്സ്പെക്ടേഷൻ അറിയാലോ. സോ അതിനനുസരിച്ച് മീറ്റ് ചെയ്തില്ലെങ്കിൽ ഒന്നിന് സ്റ്റാൻഡേർഡ് മൂവി ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു കിട്ടില്ല പരിപാടി അവിടെ വേണം. പക്ഷെ കൂലി പോലെ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അതും കയ്യിൽ പോകാനാണ് ചാൻസ്. സോ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.